Welcome to RK's Stories. ബിസിനസ്മാൻ ഭാഗം 8. മലയടിവാരത്തു നിന്നും വീശുന്ന കാറ്റിന് തണുപ്പേറി വന്നു. മടക്കി വെച്ച മുട്ടുകാലിൽ തല ചായ്ച്ച് ചുറ്റിനുമുള്ള ആ മനോഹാരിതയും അന്തരീക്ഷവും ഉള്ളിലേക്ക് ഒപ്പിയെടുക്കുമ്പോൾ മനസ്സ് തൻ്റേതു മാത്രമായ ലോകത്തേക്ക് ഒതുങ്ങിപ്പോയിരുന്നു. ചുറ്റിനും ഇരുന്ന് കലപില കൂട്ടുന്നവരുടെ ഇടയ്ക്കുള്ള ചോദ്യങ്ങൾക്ക് മറ്റേതോ ലോകത്ത് നിന്നെന്ന പോലെ ഉത്തരങ്ങൾ മൂളലിൽ ഒതുക്കിയപ്പോൾ ക്രമേണ ചോദ്യങ്ങളും നിന്നു. മോഹിപ്പിക്കുന്നിടങ്ങളിൽ നിൽക്കുമ്പോൾ മനസ്സ് സ്വന്തമായൊരു ലോകം കെട്ടിയുണ്ടാക്കുന്നതും അതിനു ചുറ്റുമൊരു അതിർവേലി കെട്ടുന്നതും സാധാരണമാണ്. പാറൂട്ടിയെ, കാതിനോരം ഒരു മന്ത്രണവും തലയ്ക്കൊരു തോണ്ടലും നശിപ്പിച്ചു. അതിർവേലി ചവിട്ടിപ്പൊളിച്ച് അകത്തേക്ക് കടന്ന ഡോക്ടറെ ഈർഷയോടെയാ തിരിഞ്ഞു നോക്കിയത്. എന്താ? ചോദ്യത്തിലും ആ ദേഷ്യം കലർന്നിരുന്നു. സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ കുഞ്ഞിയും അച്ഛനുമൊക്കെ ആണെങ്കിൽ തന്റെ കയറ്റിപ്പിടിച്ച മുഖം കാണുമ്പോൾ തന്നെ തിരിഞ്ഞു പോകാറുള്ളതാ. ഇവിടെ ഒരുത്തൻ ദേഷ്യം കലർന്ന നോട്ടവും ചോദ്യമൊന്നും തന്നോടല്ലെന്ന മട്ടിൽ വെളുക്കെ ചിരിച്ചുകൊണ്ടിരിപ്പ. ഇനി ഇതും ബിസിനസിന്റെ വല്ല തന്ത്രവുമാണോ ആവോ? എന്തുവാ പാറൂട്ടിയെ ഇരുന്ന് ആലോചിക്കുന്നേ? പുതിയ കഥ വല്ലതും കിട്ടിയോ? കിട്ടിയെങ്കിൽ പറയ്, ഞാനും കൂടി കേക്കട്ടെ. നിരങ്ങി നിരങ്ങി ആൾ അടുത്തേക്ക് ഒട്ടുവാ. ഇടയ്ക്കിടയ്ക്ക് പിന്നിൽ നിന്നും കാക്ക റാഞ്ചും പോലെ ഇങ്ങനെ തലക്കിട്ട് തോണ്ടിക്കൊണ്ടിരുന്ന എങ്ങനെ ആലോചിക്കുക? ഉത്തരം കൊടുക്കുമ്പോ മുഖഭാവം അല്പം പോലും മാറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. എന്റെ ഈ തോണ്ടൽ ഒരു പ്രശ്നമല്ലേ? പക്ഷെ എന്ത് ചെയ്യാനാ, ചെറുപ്പം മുതലുള്ള ഒരു സ്വഭാവമായി പോയത്. ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോ അറിയാതെ ഇങ്ങനെ തലക്കിട്ട് തോണ്ടിപ്പോകും. പറയുന്നതിനൊപ്പം വീണ്ടും ഒരു തോണ്ടൽ. ഈ പ്രാവശ്യം മനഃപൂർവ്വം അല്പം ശക്തി കൂട്ടിയല്ലേ തോണ്ടിയത്? ഒരു സംശയം. കൊള്ളാം, നല്ല സ്വഭാവം. കാണാൻ വരുന്ന രോഗികളോടും ഇങ്ങനെ തന്നെയാണോ ആവോ? ഏയ്, അതില്ല. ഇത് നമുക്ക് വേണ്ടപ്പെട്ടവരോട് സംസാരിക്കുമ്പോ മാത്രം അറിയാതെ ദാ ഇങ്ങനെ തോണ്ടിപ്പോകും. വീണ്ടും ആ ഒടുക്കത്തെ തോണ്ടൽ. വല്ലാതെ ദേഷ്യം വന്നു. ഒന്ന് തിരിഞ്ഞ് മുട്ടുകാലിൽ നിന്നിട്ട് തല മുന്നോട്ട് നീട്ടി പിടിച്ചു കൊടുത്തു. ഇന്ന തോണ്ടിക്കൊല്ലി. ചുറ്റിനുമുണ്ടായിരുന്ന കലപില പെട്ടെന്ന് നിശബ്ദമായപ്പോഴാ എന്താ ചെയ്തതെന്ന് ബോധം വന്നത്. നോക്കുമ്പോ എല്ലാ കണ്ണുകളും മിഴിച്ചു നോക്കുന്നുണ്ട്. എന്തോന്നിത്? ചേട്ടച്ചാരെ തല കൊണ്ടിടിച്ച് മറിച്ചിടാനുള്ള പരിപാടിയാണോ? വിഷ്ണുവിന്റെ ചോദ്യം കേട്ടതും ഡോക്ടറുടെ പിന്നിലേക്ക് തന്നെ ചൂളിക്കൂടി. കൂട്ടത്തിൽ നിന്നും ചിതറി വീണ ചിരികൾ എന്നെയും തോണ്ടി ചിരിപ്പിച്ചു. ചുണ്ടിലൊളിപ്പിച്ച ചിരിയോടെ ഡോക്ടറുടെ തോളിന് മുകളിൽ കൂടെ എത്തി നോക്കി. വിഷ്ണു കുഞ്ഞിയുടെ അടുത്തായി പറ്റിക്കൂടിയിരിക്കുന്നത് അപ്പോഴാ ശ്രദ്ധിച്ചത്. അവരുടെ കാര്യം ഡോക്ടറോടൊന്ന് സംസാരിച്ചാലോ? അല്ലേ, വേണ്ട. അനുവിന്റെ മുറച്ചെറുക്കനാ വിഷ്ണു. അവർ തമ്മിൽ അടുപ്പത്തിലാണോ എന്നും അറിയില്ല. ഇതുപോലൊരു സ്ഥലത്ത് വന്ന് താമസിക്കുക എന്നൊക്കെ പറയുന്നതേ ഈ സാഹിത്യകാരന്മാരുടെയൊക്കെ സ്വപ്നമാണെന്ന് കേട്ടിട്ടുണ്ട്. ശരിയാണോ പാറൂട്ടി? ഡോക്ടറുടെ ചോദ്യം ചിന്തകളുടെ ലോകത്ത് നിന്നും തിരികെ കൊണ്ടുവന്നു. മൂളുമ്പോ ഡയറിയിൽ കുറിച്ചു വെച്ച പട്ടികയിലെ മോഹമാണ് ഉള്ളിൽ തെളിഞ്ഞത്. വയസ്സാകുമ്പോ നമുക്കൊരു വീടൊക്കെ വെച്ച് ഇവിടെ അങ്ങ് കൂടാം. എന്തു പറയുന്നു പാറൂട്ടിയെ? മറുപടി പറയാതെ കല്ലുകളിൽ തട്ടിയും തടഞ്ഞും കുസൃതി കാട്ടി ഒഴുകുന്ന പുഴയിലേക്ക് നോക്കിയിരുന്നു. വയസ്സാകുമ്പോ ഇവിടെ വന്ന് താമസിച്ചിട്ട് എന്തിനാണാവോ? ജീവിതം ആസ്വദിക്കേണ്ട സമയത്ത് ആസ്വദിക്കണമെന്ന് ഈ ബിസിനസ്സുകാരനോട് ആരാണെന്ന് പറഞ്ഞു കൊടുക്കുക? തണുപ്പിന്റെ പുതപ്പിന് വീണ്ടും കട്ടി കൂടി വന്നു. തുമ്മലിനൊപ്പം അറിയാതൊന്ന് മൂക്കും വലിച്ചുപോയി. ഇപ്പൊ എന്തായി പാറൂട്ടിയെ? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ തണുപ്പടിച്ച പ്രശ്നമാകുമെന്ന്. മതി, വന്ന എല്ലാവരും പോകാം നമുക്ക്. ആള് പൊടിയും തട്ടി എഴുന്നേറ്റ് കഴിഞ്ഞു. കുറച്ചു നേരം കൂടി ആ തണുപ്പും ആസ്വദിച്ച് പുഴയോരത്ത് ഇരിക്കണമെന്നുണ്ടായിരുന്നു. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? കയ്യിൽ പിടിച്ച് വലിച്ചു പൊക്കി എഴുന്നേൽപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ പറയാൻ കാത്തിരുന്നത് പോലെ എല്ലാം ചാടി എഴുന്നേൽക്കുന്നുണ്ട്. എന്താ അനുസരണ! വീട്ടിലെത്തി സന്ധ്യ കഴിഞ്ഞപ്പോഴേക്കും തുമ്മലും ജലദോഷവും കൂടി. അതോടെ ആകപ്പാടെ പ്രശ്നമായി. അടുപ്പത്ത് വെച്ച പാല് തിളക്കുന്നുണ്ടോന്ന് ഇടയ്ക്കിടെ വന്ന് നോക്കുന്ന ചില അമ്മമാരെ പോലെ ഡോക്ടർ വന്നും പോയും ടെമ്പറേച്ചർ നോക്കാൻ തുടങ്ങി. ഒടുവിൽ ഹരിയേട്ടൻ വന്ന് കൈയോടെ കൂട്ടിക്കൊണ്ടു പോയപ്പോഴാ ആൾ അടുത്തുനിന്നും അറിയത്.
അങ്ങേര് കെട്ടിയേൽപ്പിച്ച വൂളന്റെ പുതപ്പും പുതച്ച് മങ്കിത്തൊപ്പിയും ധരിച്ച് ഒരുമാതിരി അഭയാർത്ഥികളെ പോലുള്ള ഇരിപ്പ് കണ്ടിട്ടാന്ന് തോന്നുന്നു വരുന്നവരും പോകുന്നവരും ഒക്കെ നോക്കി വാ പൊത്തിച്ചിരിക്കുന്നുണ്ട്. അമ്മമ്മയും മുത്തച്ഛനും കഞ്ഞിയും കുടിച്ച് നേരത്തെ കിടക്കുന്ന സ്വഭാവക്കാരാണെന്ന് അമ്മ പറഞ്ഞു. അതുകൊണ്ട് തന്നെ സന്ധ്യ കഴിഞ്ഞതിൽ പിന്നെ അവരുടെ മുറിയിലേക്ക് പോയിരുന്നില്ല. അച്ഛൻ ഗോപിയച്ഛനും അമ്മാവനുമൊപ്പം അകത്തെ മുറിയിലെവിടെയാണെന്ന് കുഞ്ഞി പറഞ്ഞു. പെണ്ണുങ്ങൾ എല്ലാവരും കൂടി മുകളിലത്തെ നിലയിൽ പുറകുവശത്തെ വരാന്തയിൽ ഇരിക്കുന്നതിനിടയിലാ തൊട്ടടുത്തിരിക്കുകയായിരുന്ന അനുവിന്റെ കയ്യിലിരുന്ന് മൊബൈൽ വൈബ്രേറ്റ് ചെയ്യുന്നത് ശ്രദ്ധിച്ചത്. പരിഭ്രമത്തോടെ അവളത് കട്ട് ചെയ്യുന്നതും അല്പസമയത്തിന് ശേഷം മൊബൈൽ വീണ്ടും ഇരമ്പുന്നതും കണ്ടതോടെയാ സംശയത്തോടെ അവളെ നോക്കിയത്. അതോടെ ആ മുഖത്തെ പരിഭ്രമം കൂടി. എന്താ നിന്റെ മുഖം പെട്ടെന്ന് വല്ലാതായേ? ആരാ വിളിക്കുന്നേ? ശബ്ദം താഴ്ത്തിയാണ് ചോദിച്ചതെങ്കിലും അതുപോലും ആരെങ്കിലും കേൾക്കുമോ എന്നൊരു ഭയം അവളുടെ മുഖത്ത് തെളിഞ്ഞു കണ്ടതോടെ സംശയം കൂടി. അവൾ ബാക്കിയുള്ളവരെ എത്തിച്ചു നോക്കുന്നത് കണ്ടു. കുഞ്ഞിയെ അമ്മായി ചേർത്ത് പിടിച്ചിരുന്നുകൊണ്ട് അമ്മയുടെ സംസാരത്തിലാ. നിമിഷേച്ചിയും അവരോടൊപ്പം കൂടിയിട്ടുണ്ട്. ആരാ അത്? വീണ്ടും അനുവിനോട് ചോദിച്ചു. കോളേജില് എന്റെ സീനിയറാ ചേച്ചി. എന്നിട്ട് നീ എന്തിനാ ഫോൺ കട്ട് ചെയ്തേ? പതുക്കെ. ചുണ്ടുകൾക്ക് കുറുകെ വിരല് വെച്ച് അവൾ പരിഭ്രമത്തോടെ അമ്മ ഇരിക്കുന്ന ഭാഗത്തേക്ക് നോക്കി. അനു! ആ വിളിയിലടങ്ങിയിരുന്ന താക്കീതിന്റെ സ്വരം മനസ്സിലാക്കിയതുപോലെ അവൾ മുഖമുയർത്തി നോക്കി. ചേച്ചി നമ്മുടെ ടൗണിലുള്ള റേഡിയന്റ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനെ പറ്റി കേട്ടിട്ടില്ലേ? ഉവ്, ഒടുക്കത്തെ കത്തിയല്ലേ? അതെ, അവരെ അപേക്ഷിച്ച് നമ്മുടെ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് അത്ര അധികം കാശാകില്ല. അതുകൊണ്ട് തന്നെ അവര് നമ്മളോട് ഭയങ്കര കോമ്പറ്റീഷനില്ല. ആ ഹോസ്പിറ്റലിന്റെ MD ഡോക്ടർ ചെറുകുന്നേൽ വിൻസെന്റ് ഫിലിപ്പിന് നമ്മുടെ ഏട്ടനെ കണ്ണെടുത്താ കണ്ടുകൂടാ. കാരണം ഏട്ടൻ വന്നതിൽ പിന്നെയാ നമ്മുടെ ഹോസ്പിറ്റലിന് ഇത്രയേറെ ജനസമ്മതി വന്നത്. അതും നിന്റെ ഈ ഫോണിലേക്ക് വന്ന കോളും തമ്മിൽ എന്താ ബന്ധം? അതാ പറഞ്ഞു വന്നേ. അങ്ങേർക്ക് 2 മക്കളാ ഉള്ളത്. മൂത്തത് ഡോക്ടർ മറിയം വിൻസെന്റ്, ആ ഹോസ്പിറ്റലിൽ തന്നെ ഗൈനക്ക. പിന്നെ ഉള്ളതാ എബിൻ വിൻസെന്റ്, എന്റെ സീനിയർ. അത് പറഞ്ഞപ്പോ അവളുടെ മുഖത്തൊരു കള്ളലക്ഷണം. നീയും അവനും തമ്മിൽ? അവളുടെ മുഖം കുനിഞ്ഞു. ഇഷ്ടത്തിലാ. പെട്ടെന്ന് ധനുഷിനെയാ ഓർത്തത്. ഏകദേശം ഒരേ അവസ്ഥയിലായിരുന്നിട്ട് പോലും ഒന്നിക്കാൻ കഴിയാതെ പോയവർ. ഇതിപ്പോ ചേച്ചി എന്താ ഒന്നും പറയാതെ? മൗനം അവളെ ആശങ്കപ്പെടുത്തിയെന്ന് തോന്നുന്നു. എന്ത് പറയാനാനു? 2 മതം എന്നത് പോട്ടെ, വീട്ടുകാർ തമ്മിൽ ശത്രുതയിലും ഇതെങ്ങനെ ശരിയാകും? അയ്യോ ചേച്ചി, ഏട്ടനങ്ങളുടെ ശത്രുതയൊന്നുമില്ല. പുള്ളിയുടെ പോളിസിയിൽ കൂടി മുന്നോട്ട് പോകുന്നു. അത് വിൻസെന്റ് ഞങ്ങൾ സഹിക്കുന്നില്ല, അത്രേ ഉള്ളൂ. എന്നാലും ബാക്കിയുള്ളവർ ഈ ബന്ധത്തിന് സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? സമ്മതിപ്പിക്കണം? ആര്? ആ ചോദ്യത്തിനുത്തരം അവൾ കണ്ണുകൊണ്ട് എനിക്ക് നേരെയാ കാട്ടിയത്. അവളുടെ അടുത്തു നിന്നും പതുക്കെ നിരങ്ങി നീങ്ങാൻ നോക്കിയതും കൈകളിൽ പിടി വീണു. പ്ലീസ് ചേച്ചി, നീയൊന്ന് പോയാനോ? ഇവിടെ എന്റെ കാര്യം പോലും എന്ത് വേണമെന്നൊരു തീരുമാനമായിട്ടില്ല. അപ്പോഴാ പറഞ്ഞു കഴിഞ്ഞപ്പോഴാ അബദ്ധം മനസ്സിലായത്. നാക്ക് കടിച്ച് അവളെ നോക്കി. അവളുടെ കണ്ണുകൾ കുറുകിയിരിക്കുന്നു. ചേച്ചിയുടെ കാര്യം എന്ത് തീരുമാനിക്കാൻ? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പെട്ടു. മിണ്ടാതിരിക്കാൻ നോക്കിയെങ്കിലും അവൾ ചേട്ടന്റെ അനിയത്തിയാണെന്ന് തെളിയിച്ചു. എന്നെയും വലിച്ചു പൊക്കിക്കൊണ്ടവൾ മുൻവശത്തെ വരാന്തയിലേക്ക് നടന്നു. അവിടെ എത്തിയതും മരത്തിന്റെ കൈവരിയിലേക്ക് ചാരി നിന്നിട്ട് ആ ചേട്ടന്റെ അതേ ചുഴിഞ്ഞ നോട്ടം. ഇനി പറയ്, എന്താ പ്രശ്നം? ചോദ്യം ഇപ്പോ ഇങ്ങോട്ടായി. ഒന്ന് ഉരുണ്ട് കളിക്കാൻ നോക്കിയെങ്കിലും അവളുടെ നിർബന്ധത്തിന് വഴങ്ങി ഒടുവിൽ ധനുഷിനെ കുറിച്ച് പറയേണ്ടി വന്നു. അത്രേ ഉള്ളൂ. എന്തായാലും ഏട്ടൻ ഇഷ്ടപ്പെട്ട് കിട്ടിയതല്ലേ ചേച്ചിയെ? അപ്പോ അതിന്റെ വരും വരായികകൾ പുള്ളി തന്നെ നോക്കിക്കൊള്ളും. അവൾക്കത് നിസ്സാരം. എനിക്കൊരിക്കലും നിന്റെ ഏട്ടനെ സ്നേഹിക്കാൻ സാധിച്ചില്ലെങ്കിൽ അതങ്ങേരുടെ വിധി. ഇവൾ ആള് കൊള്ളാലോ. ചേച്ചി, ആദ്യമൊക്കെ ഞാൻ ഒഴിവാക്കി വിട്ടതാ. പക്ഷെ എന്നെയും കൊണ്ടേ പോകുന്നും പറഞ്ഞ് പിന്നാലെ കൂടിയ പിന്നെ എന്നാ ചെയ്യാനാ? അത് മാത്രമല്ല, ആലോചിച്ചപ്പോ മറ്റൊരു കാര്യം കൂടി തോന്നി. ഞങ്ങൾ തമ്മിൽ കെട്ടുവാന്നേ പിന്നെ 2 കൂട്ടർക്കും തമ്മിലുള്ള ശത്രുത അങ്ങ് മാറിക്കോളുമല്ലോ. അതെങ്ങനെ? നീ അവനെ കെട്ടിയെന്ന് വെച്ച് അവന്റെ അപ്പം നന്നാകൂ? അതിനല്ലേ നമ്മുടെ ഏട്ടനുള്ളത്. മകന്റെ ഭാര്യയുടെ ഏട്ടനുമായി സംസാരിക്കാതിരിക്കാൻ അങ്ങേർക്ക് പറ്റില്ലല്ലോ. അത് മതി, ബാക്കി ഏട്ടൻ ശരിയാക്കിക്കൊള്ളൂ. കൊള്ള നിന്റെ ഐഡിയ. നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ ചേച്ചി. അവൾ ഇളിച്ചുകൊണ്ട് കൈമലർത്തി. എബിന്റെ കാര്യം
അവൾ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണെന്ന് മനസ്സിലായി. അതോടെ കുഞ്ഞിയുടെയും വിഷ്ണുവിന്റെയും കാര്യത്തിൽ മുന്നേ തോന്നിയ ആഗ്രഹം വീണ്ടും ഉള്ളിൽ തലപൊക്കി. എവിടെ പോയി നിന്റെ ഏട്ടനും ബാക്കിയുള്ളവരും? യോ, എന്തിനാ? ഇപ്പൊ തന്നെ പോയി എഴുന്നള്ളിക്കാനാണോ? ആ, എന്താ പേടി? ഈ കണക്കിന് പൊന്നുമോൾ എങ്ങനെ കാര്യങ്ങൾ നേരിടാൻ പോകുന്നു? അതൊക്കെ പഠിത്തം കഴിയുമ്പോ അങ്ങ് ശരിയായി കൊള്ളുന്നേ. ഉവ്വ്. ആ പിന്നെ ഏട്ടനെ കാണണമെന്നുണ്ടേ ആ കുളക്കരയിലേക്ക് ചെന്നാ മതി. എല്ലാം കൂടി അവിടെ ഉണ്ടാകും. എന്താ കുളക്കരയിൽ? അവിടെ ഇപ്പൊ നല്ല കള്ളടിയായിരിക്കും. വിഷ്ണുവേട്ടൻ എവിടെ നിന്നോ നല്ല ചെത്തുകളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അല്പം കൂടി കഴിഞ്ഞാൽ അങ്ങേരുടെ നാടൻ പാട്ടും കേൾക്കാം. വിഷ്ണു പാടുവോ? പിന്നെ നല്ല ഒന്നാം തരം നാടൻ പാട്ടുകാരനാ. അങ്ങേരുടെ തന്നെ സ്വയം സൃഷ്ടിയായിരിക്കുമെന്ന് മാത്രം. അവിടെ നിന്നാൽ ആ കുളം കാണാൻ പറ്റുമോ എന്ന് എത്തിക്കുത്തി നോക്കി, കാണുന്നില്ല. എന്തേ, ചേച്ചിക്ക് പോണോ? തല കുലുക്കി. എന്നാ വാ. പറയലും നടക്കലും ഒപ്പം കഴിഞ്ഞു. താഴേക്ക് ഇറങ്ങുമ്പോൾ കാര്യം പറഞ്ഞതോടെ പിൻവശത്തെ വരാന്തയിൽ നിന്ന് കുഞ്ഞിയും നിമിഷേച്ചിയും കൂടെ കൂടി. മോളെ, പുതപ്പും തൊപ്പിയൊന്നും മാറ്റണ്ട കേട്ടോ. പടികൾ ഇറങ്ങുമ്പോൾ പിന്നിൽ നിന്നും അമ്മ വിളിച്ചു പറഞ്ഞത് കേട്ട് തല കുലുക്കി. തൊടിയുടെ പിൻവശത്തായിരുന്നു പടവുകൾ കെട്ടിയുണ്ടാക്കിയിരുന്ന ആ കുളം. പോരാൻ തോന്നിയത് നന്നായെന്ന് തോന്നി. നിലാവെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്ന മരങ്ങൾക്കിടയിലെ കുളവും പടവുകളും. അതിന്റെ ഒരു വശത്തായി വിറകുകൾ കൂട്ടി ചെറിയൊരു ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. മലനിരകളിൽ നിന്നും വരുന്ന തണുത്ത കാറ്റിനൊപ്പം തീയുടെ ചൂടും നല്ല കോമ്പിനേഷൻ. അങ്ങോട്ട് ചെല്ലുന്നത് കണ്ടപാടെ കുളക്കരയിലേക്കുള്ള പടവുകളിൽ ഇരിക്കുകയായിരുന്ന ഡോക്ടർ ചാടി എഴുന്നേറ്റു. നീ എന്തിനാ പാറൂട്ടിയ സുഖമില്ലാതെ തണുപ്പത്തേക്ക് വന്നേ? അടുത്തേക്ക് വന്ന ആള് നെറ്റിയിലും കഴുത്തിലുമൊക്കെ ചൂട് നോക്കുന്നുണ്ട്. അതൊന്നും ശ്രദ്ധിക്കാനുള്ള മനസ്സുണ്ടായിരുന്നില്ല. തണുത്ത ഇരുട്ടിൽ നിഴൽ ചിത്രങ്ങൾ വരക്കുന്ന മരങ്ങളുടെയും അതിനിടയിൽ തെളിഞ്ഞു കത്തുന്ന തീയുടെ നാളങ്ങൾ തീർക്കുന്ന വർണ്ണങ്ങളുടെയും ഭംഗി ആസ്വദിക്കുകയായിരുന്നു. ഇടയ്ക്ക് വിഷ്ണുവിന്റെ കണ്ണുകൾ കുഞ്ഞിയുടെ നേർക്ക് പാളി വീഴുന്നതും കണ്ടു. നീ വന്നേ, തണുപ്പത്തിരിക്കണ്ട. അങ്ങേര് തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമ. എന്റെ പട്ടി പോകും. നേരെ ചെന്ന് കുളത്തിന്റെ പടവുകളിലേക്കിരുന്നു. രക്ഷയില്ലെന്ന് മനസ്സിലായത് കൊണ്ടാണെന്ന് തോന്നുന്നു ഡോക്ടറും വന്ന് അടുത്തേക്ക് ചേർന്നിരുന്നു. ആ തണുപ്പിൽ കമ്പിളിയുടെ പുതപ്പിനൊപ്പം ഡോക്ടറുടെ ചേർന്നുള്ള ഇരിപ്പും കൂടി പകർന്നു നൽകിയ ചൂടിൽ മുങ്ങിയിരിക്കാൻ നല്ല സുഖം. കൊള്ളാവുന്ന വീതിയുള്ളൊരു ദേഹം പിന്നിലുള്ളപ്പോ എന്തിനു മടിക്കുന്നു? വിസ്തരിച്ച് തന്നെ ചാരി അങ്ങോട്ട് ഇരുന്നു കൊടുത്തു. അങ്ങേർക്കും ആ ഇരിപ്പ് പിടിച്ചെന്ന് തോന്നുന്നു. പിന്നീട് ശല്യമൊന്നും ഉണ്ടായില്ല. അല്പം കള്ളടിക്കുന്നു. പതിവ് പോലെ ചെവിക്കരികിൽ തന്നെയാ മന്ത്രണം. എനിക്ക് വേണ്ട. ഇടിയും നല്ല ഒന്നാന്തരം മധുരക്കള്ള. കണ്ടില്ലേ നിമിഷയും അനുവും വലിച്ചു കയറ്റുന്നത്? കോൾഡും തുമ്മലുമൊക്കെ പമ്പ കിടക്കും. നോക്കിയപ്പോ നിമിഷേച്ചിയും അനുവും ഒരു ഗ്ലാസ് എടുത്ത് മുത്തുന്നുണ്ട്. പിന്നിൽ നിന്നും നീണ്ടുവന്ന ഗ്ലാസ് വാങ്ങി ഒരു മുത്തി നോക്കി. മൂക്കടഞ്ഞിരിക്കുന്നത് കൊണ്ട് വലിയ സ്വാദൊന്നും തോന്നിയില്ല. എങ്കിലും മുഴുവനും കുടിച്ചിട്ടാ ഗ്ലാസ് തിരികെ കൊടുത്തത്. കൊള്ളാം, തരക്കേടില്ല. വിഷ്ണു നല്ല നാടൻ പാട്ടൊക്കെ പാടുമെന്ന് അനു പറഞ്ഞു. കുഞ്ഞിയെ തന്നെ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു വിഷ്ണു. വിളിച്ചു ചോദിച്ചത് കേട്ട് അവൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. യെസ്, അവൻ നല്ല അസ്തലായിട്ട് പാടും. വിഷ്ണു, ഈ അവസരത്തിന് പറ്റിയ ഒരു അടിപൊളി നാടൻ പാട്ട് പാടിക്കേ. ഹരിയേട്ടൻ പറഞ്ഞതോടെ വിഷ്ണു എഴുന്നേറ്റു. വീണ് കിടക്കുന്ന ഒരു തെങ്ങിന്റെ തടിയില ഹരിയേട്ടന്റെ ഇരിപ്പ്. അങ്ങേരോട് ചേർന്ന് നിമിഷേച്ചി ഇരിക്കുന്നുണ്ട്. അനുവും കുഞ്ഞിയും പടവിനോട് ചേർന്ന് കെട്ടിയിരിക്കുന്ന ഭിത്തിയിൽ ചാരിയ ഇരിക്കുന്നേ. പിന്നിൽ നിന്നും വീണ്ടും ഒരു ഗ്ലാസ് കൂടി നീണ്ടു വന്നു. മടിച്ചു നിന്നില്ല, മേടിച്ച് മടമടാന്ന് കുടിച്ചു. ഒരു പ്രത്യേക സുഖം. വിഷ്ണു മുരടനക്കി പാടാൻ തയ്യാറെടുത്തു. പാട്ട് തുടങ്ങും മുന്നേ അവന്റെ കണ്ണുകൾ വീണ്ടും കുഞ്ഞിയെ തേടി ചെല്ലുന്നതും അവൾ അവനെ നോക്കി കണ്ണുരുട്ടുന്നതും കണ്ടതോടെ അവരുടെ കാര്യം ഇപ്പോൾ തന്നെ പറഞ്ഞാലോ എന്നോർത്ത് ഡോക്ടറുടെ നേരെ തിരിഞ്ഞു. ആള് ചുണ്ടിൽ വിരൽ വെച്ചു മിണ്ടാതിരിക്കാൻ. ഒരു വിരലാണോ അതോ 2 വിരലാണോ അങ്ങേര് ചുണ്ടിൽ വെച്ചിരിക്കുന്നത് എന്നൊരു സംശയം. കണ്ണ് പിടിക്കാത്തത് പോലെ വിരലിൽ പിടിച്ചു നോക്കാനായി ശ്രമിച്ചപ്പോഴേക്കും പിന്നിൽ നിന്നും വിഷ്ണുവിന്റെ പാട്ട് കേട്ടു. അതോടെ ഡോക്ടറുടെ കൈകൾ വട്ടം ചുറ്റിപ്പിടിച്ച് നേരെ ഇരുത്തി. അന്തസ്സായിട്ട് തന്നെ അങ്ങോട്ട് ചാരി ഇരുന്ന് കൊടുത്തിട്ട് അവന്റെ പാട്ടിനായി കാതോർത്തു. ചെന്താമരമിഴി ചെലുള്ളോളേ നിഞ്ചാരെ നിൽപ്പാനായി കുഞ്ഞുമോഹം
വണ്ടിണത്തോൽക്കുമാ കരിമിഴിയിൽ നെഞ്ചുകൊളുത്തി ഞാൻ നിന്നുപോയി. ചേലഞ്ചും ചുണ്ടിനാൽ കളി ചൊല്ലി നീയൻ നെഞ്ചകമൊന്നാകെ പൂചൊരിഞ്ഞു. ചെന്താമര മിഴി ചേരുള്ളോളെ നെഞ്ചാരെ നിൽപ്പാനായി കുഞ്ഞുമോഹം. ഒരു നൂലിൽ തീർത്തോരൻ താലി ചാർത്തി പെണ്ണെ പടിവാതിൽ താണ്ടി നീ എന്നു വരും. ചെന്താമര മിഴി ചേലുള്ളോളെ നെഞ്ചാരെ നിൽപ്പാനായി കുഞ്ഞുമോഹം. മനതാരിലാശയൻ തീർത്തു തരൂ പെണ്ണെ അകതാരിലായൊരു മോഹം മാത്രം. ചെന്താമര മിഴി ചേലുള്ളോളെ നെഞ്ചാരെ നിൽപ്പാനായി കുഞ്ഞുമോഹം. നെഞ്ചാരെ നിൽപ്പാനായി കുഞ്ഞുമോഹം. നെഞ്ചാരെ നിൽപ്പാനായി കുഞ്ഞുമോഹം. അവിടെ കിടന്നിരുന്നൊരു ചെറിയ മരത്തടി കൊണ്ട് തെങ്ങിൻ തടിയിൽ കൊട്ടി താളമിട്ടായിരുന്നു ആ നാടൻപാട്ടവൻ പാടിയത്. ഈണത്തിലുള്ള ആ പാട്ട് എല്ലാവരും നന്നായി ആസ്വദിച്ചു. വാവ്, അടിപൊളി! എല്ലാവരും കൈയടിക്കുമ്പോ പ്രതീക്ഷിച്ചതുപോലെ അവന്റെ നോട്ടം കുഞ്ഞിയുടെ നേർക്കായിരുന്നു. മുന്നിൽ കത്തുന്ന തീയേക്കാൾ തിളക്കം അവളുടെ കണ്ണുകളിലുണ്ടെന്ന് തോന്നി. അതെ, ഇതേതായി നാടൻ പാട്ട്? ആ, ഡോക്ടർ കൈമലർത്തി. ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. അവനും നിന്നെ പോലെ കവിതകളൊക്കെ എഴുതുന്ന പതിവുണ്ട്, പ്രധാനമായും ഈ കൊയ്ത്തുപാട്ടുകൾ. ആണോ? അത് കൊള്ളാലോ. കുഞ്ഞിയുടെയും വിഷ്ണുവിന്റെയും കാര്യം പറഞ്ഞാലോന്ന് ആലോചിച്ചുകൊണ്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. എവിടെ, ഇങ്ങനൊന്ന് പിടിവിട്ടാലല്ലേ ഒക്കൂ. തിരികെ വീട്ടിലേക്ക് നടന്നപ്പോ ചെറിയൊരു കുഴച്ചിലുണ്ടെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ ഡോക്ടറുടെ കൈകളിൽ തൂങ്ങിയ നടന്നത്. രാത്രി കുത്തരിയുടെ ചുടുകഞ്ഞിയും പപ്പടവും നല്ല ഒന്നാന്തരം തേങ്ങാ ചമ്മന്തിയും കപ്പപ്പുഴുക്കുമായിരുന്നു. അതും വയറു നിറച്ച് കയറ്റിയിട്ട മുകളിലത്തെ മുറിയിലേക്ക് ഉറങ്ങാൻ കയറിയത്. പടികളിൽ കൂടെ കയറുമ്പോഴും കാല് തെന്നുന്നുണ്ടായിരുന്നു. നാളെ വെളുപ്പിന് എഴുന്നേൽക്കണം കേട്ടോ, അത്യാവശ്യമായി ഒരു സ്ഥലം വരെ പോകാനുള്ളതാ. മൂളാനുള്ള ആരോഗ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മുറിയിൽ ചെന്നതും കിടക്കയിലേക്ക് മറിഞ്ഞും കെട്ടി വീഴുകയായിരുന്നു. തുറന്നിട്ട ജനാലകളിലൂടെ തണുത്ത കാറ്റടിച്ചു കയറുന്നു. കണ്ണുകൾ അടഞ്ഞു പോകുന്നു. പാറൂട്ടി ഉറങ്ങല്ലേ? ദാ ഈ മരുന്ന് കഴിച്ചിട്ട് കിടന്നേ. തലയിൽ കാക്ക റാഞ്ചുന്നു. ഇങ്ങനെ ഇന്ന് ഞാൻ ചാടി എഴുന്നേക്കാൻ നോക്കി. നോ രക്ഷ. വിചാരിച്ചതുപോലെ നേരെ നിൽക്കാൻ പറ്റുന്നില്ല. മുറിയൊക്കെ അങ്ങനെ കറങ്ങി നടക്കുക. ഡോക്ടറുടെ കൈകൾ താങ്ങിയപ്പോ ചാരിയിരുന്നു. മുന്നിലേക്ക് നീട്ടിയ ഗുളികൾ വായിലേക്ക് ഇട്ടിട്ട് തന്ന വെള്ളവും കുടിച്ച് വീണ്ടും കിടക്കാനുള്ള വട്ടം കൂട്ടിയപ്പോഴാ ആ ചോദ്യം കേട്ടത്. പാറൂട്ടിയെ, നമ്മുടെ വിഷ്ണുവിനെ കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം? സൂപ്പർ. അക്ഷരങ്ങൾക്ക് ചെറിയൊരു കുഴച്ചിലുണ്ടോ? ഏയ്, തോന്നലായിരിക്കും. നമ്മുടെ കുഞ്ഞിക്ക് വേണ്ടി അവനെ ആലോചിച്ചാലോ എന്നൊരു ചിന്ത. ഞെട്ടി കണ്ണുകൾ മിഴിച്ചു. ഉറക്കമൊക്കെ ഏത് വഴിക്ക് പോയോ എന്തോ. അതെ, എന്താ നിന്റെ അഭിപ്രായം? അത് ചോദിച്ചപ്പോഴേ അതിന് തലക്കിട്ട് തോണ്ടുന്ന എന്തിനാ? ഉണ്ട്, ചെറിയ കുഴിച്ചിലുണ്ട്. ഹാ, നീ കാര്യം പറയ്. അവനും ഈ കാര്യത്തിൽ അല്പം താല്പര്യമുണ്ടെന്ന് തോന്നുന്നു. അതെങ്ങനെ മനസ്സിലായി? അത് പിന്നെ ഞാനൊരു ബിസിനസ്സുകാരനല്ലേ മോളെ, ഇതൊക്കെ എനിക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഈശ്വര, ദേ പിന്നെ കുറച്ചു ദിവസം കേൾക്കാതിരുന്നപ്പോ ബിസിനസ്സുകാരന്റെ ബാധ ഒഴിഞ്ഞെന്ന് കരുതിയതാ. പാട്ടിന്റെ ഇടയ്ക്ക് കുഞ്ഞിയുടെ നേർക്കുള്ള അവന്റെ നോട്ടം കണ്ടപ്പോ തോന്നിയതാ. അത് ശരി. അപ്പോ പുറകി നത്തിനെ പോലെ ഇരിക്കുകയായിരുന്നെങ്കിലും ഡോക്ടർ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നല്ലേ? മുടുക്കൻ. ആ ഒരു ആഗ്രഹം മനസ്സിൽ തോന്നി തുടങ്ങിയപ്പോൾ മുതലുണ്ടായിരുന്ന സംശയം ഡോക്ടറോട് പങ്കുവെച്ചു. അങ്ങനെ ഒരു ആലോചന ഇവിടെ എല്ലാവർക്കും ഇഷ്ടമോ? നീ എന്നെ പറ്റി എന്താ വിചാരിച്ചത്? ഊണ് കഴിഞ്ഞ ഉടനെ ഒതുക്കത്തിൽ ഞാൻ എല്ലാവരോടും ഒന്ന് സൂചിപ്പിച്ചു. അമ്മായിക്ക ഏറ്റവും സന്തോഷം. ഇനി അമ്മമ്മയോടും മുത്തച്ഛനോടും കൂടി ഒന്ന് സൂചിപ്പിക്കണം. അത് കഴിഞ്ഞ് നമുക്ക് കുഞ്ഞിയോട് ചോദിക്കാം. എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ നിശ്ചയം കഴിച്ചു വെക്കാം. അവളുടെ പഠിത്തം കഴിഞ്ഞിട്ട് കല്യാണം. കുഞ്ഞിയുടെ കണ്ണുകളിലെ തിളക്ക ഓർമ്മയിൽ വന്നു. അവൾക്കും സമ്മതം തന്നെ ആയിരിക്കും. കണ്ണുകൾ നിറഞ്ഞോന്നൊരു സംശയം.
താങ്ക്സ് ഡോക്ടറെ. ശേ, ആ കള്ള് കുടിക്കണ്ടായിരുന്നു. നാക്ക് ഇടയ്ക്ക് ചതിക്കുന്നു. എന്തിന്? കുഞ്ഞിക്ക് വേണ്ടി. അവൾ എന്റെയും കൂടെ അനിയത്തിയല്ലേ? അതെ പാറൂട്ടിയെ, നമുക്ക് ചുറ്റുമുള്ളവർ സന്തോഷിക്കുമ്പോഴേ നമുക്കും യഥാർത്ഥത്തിൽ സന്തോഷം ഉണ്ടാകൂ. അല്ലാതെ എത്ര തന്നെ കാശുണ്ടായിട്ടും നമുക്ക് വേണ്ടപ്പെട്ടവർ സന്തോഷത്തിലല്ലെങ്കിൽ നമുക്കെങ്ങനെ സന്തോഷിക്കാൻ കഴിയും? ഡോക്ടറെ, നിങ്ങളൊരു മഹാനാണ്. കൈ കൂപ്പിയപ്പോ ഡോക്ടർ പിടിച്ച് കട്ടിലേക്ക് ചരിച്ചു കിടത്തി. പൊന്നുമോള് കിടന്നുറങ്ങിക്കോ. ഇനിയിപ്പോ സംസാരിച്ചാ ശരിയാവത്തില്ല. നമുക്കേ നാളെ സംസാരിക്കാം. ഗുഡ് നൈറ്റ്. പുതപ്പ് വലിച്ച് പുതപ്പിക്കുന്നതും മുറിയിലെ ലൈറ്റ് കെടുത്തുന്നതും പാതി മയക്കത്തിൽ അറിഞ്ഞു. ഒരു തണുത്ത കാറ്റിന്റെ തലോടൽ. ദിനേശ, ഗുഡ് നൈറ്റ്. തുടരും. ബിസിനസ്മാൻ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് പരിചയക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് നൽകിയും ലൈക്കുകൾ തന്നും സപ്പോർട്ടുമായി എന്നും കൂടെ ഉണ്ടാകണേ. താങ്ക് യു. Simple